പാലാരിവട്ടം അനുമതിയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. 2007-2008 കാലയളവിൽ സമാന വിഷയങ്ങളിൽ കമ്പനികൾക്ക് മുൻകൂർ പണം നൽകിയിട്ടുണ്ടെന്ന രേഖകൾ ഇബ്രാഹിം കുഞ്ഞ് വിജിലൻസിന് മുന്നിൽ ഹാജരാക്കി. ഒപ്പം ടി.ഒ. സൂരജിനെതിരെയുള്ള തെളിവുകളും വിജിലൻസിന് കൈമാറി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഇത് 3-ാം തവണയാണ് വിജിലൻസിന് മുന്നിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ഹാജരാകുന്നത്. രാവിലെ 11 മണിക്ക് വിജിലൻസ് ഓഫീസിലെത്തിയ ഇബ്രാഹിം കുഞ്ഞിനെ SP വിനോദ്, ഡിവൈഎസ്പി ശ്യാം എന്നിവരടങ്ങിയ സംഘമാണ് ചോദ്യം ചെയ്തത്. 3 മണിക്കൂറിലേറെ ചോദ്യം ചെയ്യൽ നീണ്ടു. പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണത്തിനായി RDS കമ്പനിക്ക് 8.25 കോടി രൂപ മുൻകൂറായി നൽകിയതിലെ പങ്കിനെക്കുറിച്ചായിരുന്നു ഇന്നും ചോദ്യം ഉയർന്നത്. 2007-2008 കാലഘട്ടങ്ങളിൽ നടന്ന വർക്കുകളിൽ മുൻകൂർ പണം നൽകിയതിന്റെ രേഖകളും ടി.ഒ. സൂരജ് നടത്തിയ വഴിവിട്ട ഇടപാടുകളുടെ രേഖകളും ഇബ്രാഹിം കുഞ്ഞ് വിജിലൻസിന് കൈമാറി. എന്നാൽ ഇടപാട് സംബന്ധിച്ച വിജിലൻസ് ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇബ്രാഹിം കുഞ്ഞ് നൽകിയിട്ടില്ല എന്നാണ് സൂചന. തുടക്കം മുതൽ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നുമായിരുന്നു പിന്നീട് ഇബ്രാഹിം കുഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്ല, ഇത് വിജിലൻസ് അല്ലേ, വിജിലൻസിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും, അന്വേഷിക്കും. അതിലൊക്കെ ഞാൻ ആദ്യം മുതൽ സഹകരിക്കുന്ന ആളാണ്, ഇനിയും സഹകരിക്കും. ഇബ്രാഹിം കുഞ്ഞ് നൽകിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം അടുത്ത ആഴ്ച വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ തീരുമാനം. പാലാരിവട്ടം പാലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇബ്രാഹിം കുഞ്ഞ് നടത്തിയ അഴിമതിയെന്ന് ഈ കണക്കുകൾ കാണുമ്പോൾ വ്യക്തമാകും. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് കീഴിൽ ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണിത്. അതും 2012-13 സാമ്പത്തിക വർഷത്തെ കണക്ക് മാത്രം. ഈ ഒരു വർഷം മാത്രം കരാറിന് അടിസ്ഥാനമായ തുകയേക്കാൾ എത്രയോ അധികമാണ് ഇബ്രാഹിം കുഞ്ഞ് ടെൻഡർ എക്സസ് എന്ന പേരിൽ സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ ഖജനാവിൽ നിന്നും ചോർത്തി നൽകിയത്. ഫിനു തോമസ്, തോപ്പിൽ കൺസ്ട്രക്ഷൻ, ബെഗോറ ഇൻഫ്രാസ്ട്രക്ചർ, EJ കൺസ്ട്രക്ഷൻ, JJ അസോസിയേറ്റ്സ് എന്നിങ്ങനെ നീളുന്നു ഇബ്രാഹിം കുഞ്ഞ് സർക്കാർ ഖജനാവിൽ നിന്നും കരാറുകൾ വഴി പണം ചോർത്തി നൽകിയവരുടെ ലിസ്റ്റ്. ഇതിൽ പലർക്കും ഒന്നിലേറെ തവണ ടെൻഡർ എക്സസ് ഇനത്തിൽ തുക അനുവദിച്ചിട്ടുണ്ട്, അതും 41% വരെ. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചോർത്തി നൽകി പണം സമ്പാദിക്കാൻ ഇബ്രാഹിം കുഞ്ഞിന് സഹായിയായിരുന്നു ടി.ഒ. സൂരജ്.